ഹലോ മിസ്റ്റർമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. അർദ്ധരാത്രി നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. സമയം 2 മണിയായിട്ടുണ്ട്. അപ്പോഴുണ്ട് ആരോ ഒരാൾ വന്നിട്ട് വാതിൽ തട്ടുന്നു. നോക്കുമ്പോൾ മഴയിൽ നനഞ്ഞു കുളിച്ച ഒരു പെൺകുട്ടി. സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ വീടിന്റെ ഓണർ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് അവളെ കയറ്റിയിരുത്തുകയാണ്. എന്നാൽ ഇതിനുശേഷം ഈ പെൺകുട്ടി വിചാരിക്കുകയാണ്, ഈ വീട്ടിലേക്ക് വന്നത് അബദ്ധമായി പോയോ, ഈ വീടിന്റെ ഓണർ ഒരു സൈക്കോ കില്ലറായിട്ടാണോ? എന്നാൽ ആ വീടിന്റെ ഓണറായിട്ടുള്ള ആൾ വിചാരിക്കുന്നത് ഈ പെണ്ണിനെ വീട്ടിൽ കയറ്റിയത് അബദ്ധമായി പോയോ. ആളെ കണ്ടിട്ട് അത്ര മെനയായിട്ട് തോന്നില്ല. അർദ്ധരാത്രിയിൽ ഇതുപോലെ കയറി വരണമെങ്കിൽ എന്തെങ്കിലും ഉടായിപ്പായിരിക്കുമല്ലോ. അപ്പൊ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പേടി. എന്നാൽ സിനിമയുടെ അവസാനം എത്തുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല. ശരിക്കും കിളി പാറിക്കുന്ന ട്വിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു കിട്ടിക്കാച്ചയായിട്ടും. അവസാനം നിങ്ങൾക്ക് ചില കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. എന്നാൽ ഞാനില്ലേ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളുടെ ഒരു കിളിയും എവിടെയും പോകാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ധൈര്യമായിട്ട് ഈ ഒരു കഥ കേട്ടു തുടങ്ങിക്കോ. രണ്ടേ ആൾക്കാരെ ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ളൂ. അപ്പൊ നമുക്ക് ആ രണ്ടുപേരുടെ ലൈഫിലേക്ക്, അവർ രണ്ടുപേരും കണ്ടുമുട്ടിയ ആ അർദ്ധരാത്രിയിലേക്ക് നമുക്കങ്ങ് പോകാം. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു കാറിന്റെ ഉൾഭാഗം കാണിക്കുകയാണ്. പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ ഒരു മഴയത്ത് നനഞ്ഞുകൊണ്ട് ഒരാൾ നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. ആ ആള് പിന്നീട് കാറിലേക്ക് വന്ന് കയറുകയാണ്. ആരാണ് ആള്, അവിടെ എന്താ സംഭവിച്ചത് എന്നൊന്നും നമ്മളെ കാണിക്കുന്നില്ല. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ഒരു വാൻ ഹൗസ് കാണിക്കുകയാണ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വീടല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീട്. അതിനുള്ളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യാണ്. അപ്പൊ റേഡിയോയിലൂടെ വാർത്തയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, കാലാവസ്ഥ അല്പം മോശമായിരിക്കുന്നു. അങ്ങനെ ഈ വാർത്ത കേൾക്കുന്ന ആളുടെ പേരാണ് പാട്രിക്. പാട്രിക്കിന്റെ കയ്യിൽ ചെറിയൊരു ബോട്ടിലുണ്ട്. അതിലെന്തോ മയക്കുമരുന്നാണ്. അഥവാ അളവ് കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവൻ വരെ നഷ്ടമായേക്കുന്ന അത്രയും പവറുള്ള ഒരു മയക്കുമരുന്നാണത്. എന്നാൽ ആ സാധനം കയ്യിൽ പിടിച്ചുകൊണ്ട് പാട്രിക് എന്തോ അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. പക്ഷെ പിന്നീട് അത് വെച്ച് ഒന്നും ചെയ്തില്ല കേട്ടോ. അതായത് അത് ഉപയോഗിച്ചില്ല, അത് കേഷ്യയിലേക്ക് തന്നെ തിരിച്ചു വെക്കുകയാണ്. ഇതേ നേരം ആ വീടിന്റെ വാതിൽ ആരൊരാൾ വന്ന് തട്ടുന്നുണ്ട്. അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തട്ടിക്കൊണ്ടിരുന്ന സമയത്ത് പാട്രിക്കിന് എന്തോ ചെറിയൊരു പേടി തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ മര്യാദക്ക് പൊയ്ക്കോ, ആരാണെങ്കിലും ഉള്ളിൽ കയറ്റില്ല എന്ന് പറയണം. എന്നാൽ വീണ്ടും വീണ്ടും വാതിൽ തട്ടിയ സമയത്ത് ആരാന്ന് അവൻ വീണ്ടും ചോദിക്കുകയാണ്. അപ്പൊ അതൊരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു. ഒന്ന് സഹായിക്കണേന്ന് പറഞ്ഞിട്ട് അവർ പുറത്തുനിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാതിൽ ചെറുതായിട്ടൊന്ന് തുറക്കുകയാണ്. മുഴുവൻ തുറക്കുന്നില്ല, പുറത്തേക്ക് നോക്കുകയാണ്. നോക്കുമ്പോൾ നനഞ്ഞു നിൽക്കുന്ന ഒരു ലേഡി തന്നെ. അപ്പൊ അവള് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, എന്റെ കാർ ആകെ കംപ്ലൈന്റ് ആയിപ്പോയി, നിങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ കാറിൽ എന്നൊന്ന് സിറ്റിയിലേക്ക് ആക്കി തരുമോ, അല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്, പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറയണം. എന്തായാലും അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ പാട്രിക്ക് ആ ഒരു പെൺകുട്ടിയെ ഉള്ളിലേക്ക് കയറ്റാണ്. എന്നാൽ അവന്റെ ഉള്ളിൽ നന്നായിട്ടൊരു പേടിയുണ്ട് കേട്ടോ. അർദ്ധരാത്രിയിൽ ആരാണെന്ന് പോലും അറിയാത്തൊരു പെൺകുട്ടി ഇതുപോലെ വാതിൽ തട്ട് ഉള്ളിലേക്ക് വരിക, എന്തായാലും ആളുടെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവുമല്ലോ. അതുപോലൊരു പേടി പാട്രിക്കിന്റെ ഉള്ളിലുണ്ട്. എന്നാൽ ഈ വന്ന് കയറിയ പെൺകുട്ടിക്കും അതുപോലൊരു പേടി ഉള്ളിലുണ്ട്. രാത്രിയിലെ ഹെൽപ്പ് ചോദിച്ച് ഒരാളുടെ വീട്ടിലേക്ക് വന്ന് കയറി. എന്നാൽ ഏത് കോലത്തിലായിരിക്കും ഈ മനുഷ്യനെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനി വല്ല സൈക്കോ കില്ലറാണെങ്കിലോ പണി പാളിയത് തന്നെ. അപ്പൊ അവളുടെ ഉള്ളിലും ഒരു ഭയം ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒരു ടവലുമായിട്ട് പാട്രിക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് തലയും ദേഹമൊക്കെ ഒന്ന് തുടച്ചോന്ന് പറയണം. ഇപ്പൊ പെൺകുട്ടി പറയണം, അതൊന്നും വേണ്ട, നിങ്ങൾ തൽക്കാലം എന്നെ സിറ്റിയിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് വന്നാൽ മതി. ഇതേ നേരം പാട്രിക്ക് പറയാണ്, നിങ്ങൾ എന്റെ ഫ്ലോറൊക്കെ ആകെ നനച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നനഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ തലയൊക്കെ തോർത്തിക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെ അവർ തോർത്ത് മേടിച്ച് അവൾ തലയും ദേഹക്കൊന്ന് തുടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാട്രിക്ക് അവളോട് സോറി പറയാണ്. നിങ്ങൾ വാതിൽ മുട്ടിയ സമയത്ത് ഞാൻ അനാവശ്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു, ക്ഷമിക്കണം കേട്ടോ. കാരണം അപ്പുറത്തെ പിള്ളേര് വന്നിട്ട് ഭയങ്കര ശല്യാണ്, വെറുതെ ഇങ്ങനെ കഥക് തട്ടിയിട്ട് പോകും, എന്നാൽ കഥക് തുറന്നാൽ ആരും പുറത്ത് ഉണ്ടാവില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ചീത്ത വിളിച്ചത്. ഇതേ സമയത്ത് തന്നെ ആ ഒരു പെൺകുട്ടി പറയാണ്, ഹേയ് അതൊന്നും കുഴപ്പമില്ല, നല്ല ശബ്ദമായിരുന്നു പുറത്ത്, അതുകൊണ്ട് നിങ്ങൾ ഉള്ളെന്ന് പറഞ്ഞ കാര്യമൊന്നും ഞാൻ കേട്ടിട്ടില്ല. അതെല്ലാം പോട്ടെ ചേട്ടാ, പറ്റെങ്കിലും എന്നൊന്ന് കൊണ്ടാക്കി തരുമെന്ന് ചോദിക്കുകയാണ് സിറ്റിയിലേക്ക്. ഇപ്പൊ പാട്രിക്ക് പറയാണ്, അത് മോളെ എന്റെ കാറ് ആകെ റിപ്പയർ ആയി കിടക്കാണ്, 2 ദിവസമായിട്ട് അത് പോടുന്നില്ല, അങ്ങനെയാണെങ്കിൽ വല്ല ബസ്സോ കാര്യങ്ങളൊക്കെ കിട്ടുമോ ചോദിക്കണം. 2 മണിയായി, ഈ സമയത്ത് ഏത് ബസ് കിട്ടാനാ? തൽക്കാലം ഒരു കാര്യം ചെയ്യും, നിന്റെ ആ ഒരു വസ്ത്രങ്ങളൊക്കെ ആകെ നനഞ്ഞു നിൽക്കുകയല്ലേ, അത് അഴിച്ചുകൊണ്ടാ, ഞാൻ വേണമെങ്കിൽ ഡ്രൈ ആക്കി തരാമെന്ന് പറയണം. അങ്ങനെ വലിയ മനസ്സൊന്നുമില്ല, എന്നാലും ആ ഒരു പെൺകുട്ടി ആ ഒരു വസ്ത്രം അത് ഊരി കൊടുക്കുകയാണ്. എന്നാൽ വലിയ താല്പര്യമൊന്നും ഇല്ലാതെയാണ് അത് കൊടുക്കുന്നത്. മാത്രമല്ല അവളുടെ ആ ഒരു വസ്ത്രം അത് ഊരി കഴിഞ്ഞ സമയത്ത് അതിന്റെ ഉള്ളിലായിട്ട് സ്വിമ്മിംഗ് സൂട്ട് കാണുകയാണ്. ഈ നേരത്തെ ഇത് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യായിരുന്നു ചോദിച്ചപ്പോൾ ഇപ്പൊ ആ ഒരു പെൺകുട്ടി, തൽക്കാലം നമുക്ക് അവളെ ഈവ എന്ന് വിളിക്കാം. ഈവ പറയാണ്, ഞാൻ ബീച്ചിൽ ഒന്ന് സ്വിമ്മിങ്ങിന് വേണ്ടി പോയതായിരുന്നു, ആ സമയത്താണ് കാറ്റ് വന്നത്, വേദന ഇങ്ങോട്ടേക്ക് വരാൻ നോക്കിയപ്പോൾ വണ്ടിയും വർക്കാവുന്നില്ലായിരുന്നു, ആകെ കൂടി പെട്ടുപോയി ഒരവസ്ഥയിലാവുക എന്ന് പറയണം. ഇതേ നേരത്തെ തന്നെ പാട്രിക്ക് വിചാരിക്കുകയാണ്, സമയം ഇപ്പൊ 2 മണിയായി, ഈ നേരത്ത് ആരെങ്കിലും പോയിട്ട് കടലിൽ നീന്തുവോ? നിങ്ങൾ ശ്രദ്ധിച്ചിനോ, രാത്രിയാകുന്ന സമയത്ത് തിരമാലകൾക്കൊക്കെ ഭയങ്കര ഫോഴ്സ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ നമുക്ക് കടലിന്റെ അടുത്തേക്ക് പോകാൻ തന്നെ ഒരു പേടി ഉണ്ടാവും. അതുകൊണ്ടാണ് പാട്രിക്ക് അങ്ങനെ വിചാരിച്ചത്, ഈ നട്ടപ്പാതിരക്ക് കടലിൽ സ്വിമ്മിങ് ചെയ്യാനായിട്ട് ഈ ലേഡി പോയിട്ടുണ്ടെങ്കിൽ തലക്ക് എന്തോ സൂക്കടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുകയാണ് ഇവിടെ ഈ ഒരു വർത്താനെല്ലാം കേൾക്കുമ്പോൾ എന്ന്. അതുപോലെ തന്നെ ഈവയ്ക്കും ഉള്ളിൽ ചെറുതായിട്ട് പേടി തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പാട്രിക്ക് ചെറുതായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, അതിന്റെ ഗ്ലാസ് ഒക്കെ ആ ജനലിൽ കാണുന്നുണ്ട്. അതേ നേരം തന്നെ ചെറിയൊരു ഗ്ലാസ്സിൽ ഒരു ഇച്ചിരി മദ്യമൊക്കെ ഒഴിച്ചു കൊണ്ടിട്ട് ഇത് നീ കുടിച്ചോ എന്ന് പറയണം, കാരണം തണുപ്പിന് ഇത് നല്ലതായിരിക്കുമേ എന്ന്. ഈവയ്ക്ക് നല്ല പേടിയുണ്ട്, ഇയാൾ ഇതിൽ വല്ല പൊടിയും കലർത്തിയിട്ടുണ്ടെങ്കിലോ. അതുകൊണ്ട് തന്നെ അവളത് കുടിക്കാതെ, സാർ ഒരു ഫോൺ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ, എനിക്ക് ആരോടെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കാനാ, ഫോൺ ഉണ്ടാണെങ്കിൽ കൂട്ടുകാരൊക്കെ ഒന്ന് വിളിക്കായിരുന്നു. ഈ സമയത്ത് പാട്രിക്ക് കുറച്ച് കോയിൻസ് ആണ് കൊടുക്കുന്നത്. ഇതെന്താ കോയിന് ചോദിച്ചപ്പോൾ എന്റെ കയ്യിൽ ഫോണൊന്നുമില്ല, ഞാൻ ഫോൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് പുറത്ത് ഈ കോയിൻ ഇട്ട് വിളിക്കുന്ന ഒരു ഫോൺ ഉണ്ട്, അതാണ്.
പിന്നീട് ആ ഒരു കോയിൻ എടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഇപ്പൊ പാട്രിക്ക് പറയാണ് ഈ സമയത്ത് പോയിട്ടും കാര്യമില്ല തോന്നുന്നു, അത് വർക്കാവുമെന്ന് തോന്നില്ല, അങ്ങനെയാണെങ്കിൽ ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, പുറത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഈവ പോകാൻ നിൽക്കുമ്പോൾ പാട്രിക്ക് പറയണ ഈ സമയത്ത് പുറത്തു പോകണ്ട, ഒട്ടും സേഫ് അല്ല, കാലാവസ്ഥയെ വളരെ മോശമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇടിയും മിന്നലും വരുന്നുണ്ട്, വല്ലാത്തൊരു ശബ്ദമായിരുന്നു. അപ്പൊ തന്നെ കുറച്ച് ആൾക്കാരുടെ കരച്ചിലും കേൾക്കുന്നുണ്ട്. അത് കേട്ടപാടെ തന്നെ പാട്രിക്ക് പറയണ പേടിയൊന്നും വേണ്ട, അയൽവാസികളാണ്, അവിടെ കുറച്ച് കുട്ടികളുണ്ട്, അവരായിരിക്കും ഇടിയുടെ ശബ്ദം കേട്ട് കരഞ്ഞിട്ടുണ്ടാവുക. അതുകൂടെ ആയപ്പോൾ ഈവയും വിചാരിക്കുകയാണ് പുറത്തു പോകണ്ട, ഈ സമയത്ത് അത്ര സേഫ് ആയിരിക്കില്ല, എന്തായാലും ഡ്രസ്സ് ഇവിടെ ഉണങ്ങാൻ വെച്ചിട്ടില്ലേ, അതെന്തായാലും ഉണങ്ങട്ടെ, എന്നിട്ട് തീരുമാനിക്കുക പോകണോ വേണ്ടയോ എന്നുള്ളത്. അങ്ങനെ കുറച്ചു നേരം എന്തായാലും അവിടെ ഇരിക്കണല്ലോ. ആ സമയത്ത് പാട്രിക്കിനോട് ഈവ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്ര വർഷമായി ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത്. ഈ സമയത്ത് പാട്രിക് ആണെങ്കിലും അവന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാ ജോലിയും ചെയ്യും. ഓരോ കാര്യങ്ങൾ പാട്രിക് പറയുമ്പോഴും അതൊന്നും വലിയ രീതിയിൽ ശ്രദ്ധിക്കാതെ ഈവ അവിടെയുള്ള ഓരോ ഷെൽഫിലേക്ക് അങ്ങനെ നോക്കി പോവാണ്. അപ്പൊ ഈ ഷെൽഫിലൊക്കെ കാണുന്നത് ലേഡീസ് അവരുപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഇതിപ്പോ എന്തിനാ പാട്രിക് ഇയാളിങ്ങനെ ഇതിവിടെ കൊണ്ടുവെക്കേണ്ട ആവശ്യം. അതുപോലെ തന്നെ അവിടെ ഒരു ഡോളർ, ഒരു മാലയുടെ ലോക്കറ്റ് കാണാണ്. ചുമ്മാ അതൊന്ന് തുറന്നു നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു മുടിയുടെ കഷ്ണം കാണുകയാണ് കേട്ടോ. ഇതോട് കൂടിയിട്ട് ഈവയ്ക്ക് വല്ലാത്തൊരു ഭയം ഉള്ളിൽ തോന്നുന്നുണ്ട്, അതിന് പുറമെ സംശയം. ഇപ്പൊ പാട്രിക് ചോദിക്കണം ഈവ നിന്റെ വീട് എവിടെയാണ്, അത് പിന്നെ കുറച്ച് അകലെയാ, അല്ല ഇവിടെ അടുത്ത് തന്നെയാന്ന് അവള് പെട്ടെന്ന് മാറ്റി പറയാണ്. ആ ശരി എന്ന് പറഞ്ഞിട്ട് പാട്രിക് ഇപ്പോൾ ഈവയുടെ അടുത്തേക്ക് വന്നിട്ട് ആ ഡോളർ അതങ്ങ് തന്നേക്കെന്ന് പറയണം. അങ്ങനെ ഡോളർ ഇപ്പോൾ ഈവ ഈ പാട്രിക്കിന് തന്നെ കൊടുക്കുകയാണ്. നിന്നെ കണ്ടറിയാൻ നന്നായിട്ട് തണുത്ത് നിൽക്കുകയാണ്, നല്ല ഈർപ്പമുണ്ട്, ഒരു കാര്യം ചെയ്യ്, ആദ്യം പോയിട്ടൊന്ന് കുളിക്ക്, ബാത്റൂമിൽ നല്ല ചൂടുവെള്ളമുണ്ട്, പോയിട്ട് വന്ന് പറഞ്ഞിട്ട് അവളെ നേരെ ബാത്റൂമിലേക്ക് വിടുകയാണ്. അങ്ങനെ പിന്നീട് ബാത്റൂമിലേക്ക് നമ്മുടെ ഈവ പോകുന്നുണ്ടെങ്കിലും അവൾക്ക് ഭയങ്കര ഒരു ഭയമുണ്ട്, അതായത് ഇയാൾ പിന്നാലെ വരുമെന്ന്. അങ്ങനെ ബാത്റൂമിൽ കയറിയിട്ട് അതിന്റെ ആ ഒരു ഗ്യാപ്പിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്, പക്ഷേ പാട്രിക് ഇങ്ങോട്ടേക്ക് വന്നിട്ടൊന്നുമില്ല കേട്ടോ. അതിനുശേഷം ഈവ കുളിക്കാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് ആ ഒരു വെള്ളത്തിന്റെ നിറയെല്ലാം മാറി അത് രക്തം പോലെ ആയി മാറുകയാണ്. അവളാകെ പേടിച്ചു പോയി. പെട്ടെന്ന് തന്നെ ഒന്ന് റിയലൈസ് ചെയ്ത സമയത്ത് അത് ചോരയൊന്നുമല്ല, ഒരു തോന്നലാണ്. കാരണം ഉള്ളിൽ അത്രയും ഭയമുണ്ട്, ആ ഭയം കാരണമാണ് ഈ വെള്ളം രക്തമായിട്ട് തോന്നിയത്. ഇതേ നേരം തന്നെ ബാത്റൂമിന്റെ പുറത്ത് ആരോ നടന്നു വരുന്നത് പോലുള്ള ശബ്ദം തോന്നുകയാണ്, അതായത് അത് മിക്കവാറും പാട്രിക് തന്നെയായിരിക്കും. പതിയെ അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ ആരെയും കാണാനില്ല, പക്ഷെ അവിടെ തോർത്ത് വെച്ച് പോയിട്ടുണ്ട്, അതായത് ആ തോർത്ത് വെക്കാനായിട്ട് പാട്രിക് വന്നതാണ്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് തലയും തോർത്തി അവൾ ബാത്റൂമിന്റെ പുറത്തേക്ക് വരികയാണ്. ഇന്നേഴ്സ് എല്ലാം ഉണങ്ങാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് പാട്രിക് ആണെങ്കിൽ നല്ല ചൂടുള്ള സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ സോഫയിൽ ഈവയുണ്ടല്ലോ ഒരു സെറ്റർ കാണുന്നുണ്ട്, പക്ഷെ അത് ലേഡീസ് ഉപയോഗിക്കുന്ന സെറ്ററാണ്. അതെന്താ ലേഡീസിന്റെ സെറ്റർ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പാട്രിക് പറയാണ് അതെന്റെ പഴയ ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവളുടെ സെറ്ററാണെന്ന് പറയണം, നിനക്ക് വേണമെങ്കിൽ നീ ഉപയോഗിച്ചോ. അല്ലേ ഇവ നിന്റെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് ഇപ്പൊ പാട്രിക് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യത്തിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല, കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരു ലൈഫിനോടേ എനിക്ക് ഇഷ്ടമല്ല. എന്തായാലും ഇപ്പൊ പാട്രിക് ആ ഒരു സൂപ്പ് അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നാൽ ആ സൂപ്പ് കാണുന്ന സമയത്ത് എന്തോ രക്തം പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അത് കഴിക്കാൻ പറയുമ്പോൾ കഴിക്കാൻ തോന്നില്ല, ഒരു പേടി, ഇതിലും എന്തെങ്കിലും മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ടാവോ. അപ്പൊ അത് കയ്യിൽ വെച്ച് അവൾ അങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയത്ത് അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ ചെവിയിലായിട്ട് ചെറിയ എന്തോ ഒരു കടുക്കനോ കമ്മൽ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരുമാതിരി ഒരു വല്ലാത്തൊരു നോട്ടം ഈ ഒരു പാട്രിക് നോക്കുന്നുണ്ട്. പിന്നീട് പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് പോയിട്ട് ഭക്ഷണവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈവയാണെങ്കിൽ ആ ഒരു സൂപ്പ് കഴിക്കാതെ അതും കയ്യിൽ വെച്ച് അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് പാട്രിക്കിനോട് ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ ഈ ഒരു കുക്കിങ്ങും അതുപോലെ തന്നെ ഈ സെറ്റപ്പും കാണുമ്പോൾ നിങ്ങൾ ഈ ഒരു നേരത്താണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് തോന്നുന്നു, പകലൊന്നും ഉറങ്ങാറില്ലേ, ഈ സമയത്താണോ നിങ്ങൾ ഇതൊക്കെ ചെയ്യാറ്. ഇപ്പൊ പാട്രിക് പറയാണ് ശരിയാണ് ഈവ, നീ വിചാരിച്ചതുപോലെ തന്നെ എനിക്ക് പകല് രാത്രിയും രാത്രി പകലുമാണ്, സാധാരണ മനുഷ്യനെ പോലെയല്ല ഞാൻ ജീവിക്കുന്നത്. കാരണം എന്റെ മനസ്സിൽ എന്തോ വല്ലാത്തൊരു പ്രശ്നം കുടുങ്ങിയിരിക്കുകയാണ്. അത് ആലോചിച്ച് എനിക്ക് പകല് ആൾക്കാർ ഫേസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പകല് ജീവിക്കുന്നതോ ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് രാത്രിയിൽ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഈവയ്ക്ക് വീണ്ടും ഭയം തോന്നുകയാണ്. ആ ഒരു സൂപ്പ് അതങ്ങനെ കയ്യിൽ വെച്ചിരിക്കുമ്പോൾ പാട്രിക് പറയുന്നുണ്ട് അത് കുടിച്ചേക്കെന്ന്. അപ്പൊ ഈവ പറയണം നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കുടിച്ചോളാം. ആ സമയത്ത് ഈവ ഒരു കാര്യം ഈ പാട്രിക്കിനോട് ചോദിക്കണം, അല്ല നേരത്തെ കോയിനിട്ട് വിളിക്കാനായിട്ട് ഒരു ഫോൺ ഇവിടെ പുറത്തുണ്ട് എന്ന് പറഞ്ഞല്ലോ, പക്ഷെ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല, ഗേറ്റ് എല്ലാം ക്ലോസ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു, പക്ഷെ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഗേറ്റ് ഒന്നും ക്ലോസ് ആയിരുന്നില്ല, എല്ലാം ഓപ്പൺ ആയിരുന്നല്ലോ, അപ്പൊ എന്താ നിങ്ങൾ ക്ലോസ് ആണെന്ന് പറയാൻ കാരണം. ഇതേ നേരം തന്നെ പാട്രിക്കും ചോദിക്കുന്നുണ്ട്, അത് തന്നെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, ഫുള്ള് ക്ലോസ് ആയിരുന്നു, എന്നിട്ട് നീ എങ്ങനെയാണ് ഉള്ളിലേക്ക് വന്നത്. ഇപ്പൊ ഈ ആകെ കുടുങ്ങി പോവാണ്, അവൾക്കും തിരിയുന്നില്ല ഇതിൽ ആരാ നുണ പറയുന്നത് ആരാ സത്യം പറയുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതേ നേരം ആരും ഒരാൾ വന്നിട്ട് കഥകിൽ തട്ടുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഭയത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ ആ ഒരു കഥക് തട്ടിയ സമയത്ത് ഒന്ന് പേടിക്കുകയാണ്, രണ്ടുപേരും പേടിക്കുന്നുണ്ട്. അപ്പൊ ഈവയോട് പാട്രിക് ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ. ഇല്ലാന്ന് ഈവ പറയാണ്. പിന്നീട് ആ ഒരു ഡോർ ചെറുതായിട്ട് തുറന്നു നോക്കുമ്പോൾ പുറത്ത് ആരുമില്ല. പാട്രിക് പറയാണ് ഞാൻ പറഞ്ഞല്ലേ ഇതുപോലെ പിള്ളേര് വന്ന് വെറുതെ തട്ടിയിട്ട് പോകും, ശല്യപ്പെടുത്താനാണ്. ഇതും പറഞ്ഞ് അയാൾ വാതിലടക്കാണ്. എന്നാൽ ആ വാതിൽ അടച്ച സമയത്ത് അത് ലോക്ക് ചെയ്തോ എന്നുള്ളത് ഇവയ്ക്കൊരു സംശയം തോന്നുകയാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഡോറും തുറന്ന് ഓടാമെന്ന് അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ലോക്കാണെങ്കിൽ അത് പറ്റില്ലല്ലോ. ഇപ്പോൾ വീണ്ടും ഭയം കൂടുകയാണ്. ഇതേ സമയത്ത് തന്നെ നേരത്തെ പാട്രിക് ഒരു മയക്കുമരുന്ന് ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് അതങ്ങനെ നോക്കിയിരുന്നല്ലോ, ആ സാധനം വീണ്ടും എടുക്കുകയാണ്. ഈവയാണെങ്കിൽ വീണ്ടും ആ ഒരു സൂപ്പിലേക്ക് നോക്കിയിട്ട് കഴിക്കണോ വേണ്ടിയോ എന്നുള്ള ഒരു സംശയത്തിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അവിടെ ഉണ്ടായിരുന്ന പാട്രിക്കിന് ഒരു ബോട്ട് ഉണ്ട്, അതിന്റെ ഉള്ളിലേക്ക് ഈ സൂപ്പ് ഒഴിക്കുകയാണ്, എന്നിട്ട് കഴിച്ചതുപോലെ ഇരിക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും പാട്രിക്കിനോട് ആ ഫോണിന്റെ കാര്യം ചോദിക്കുകയാണ്, അത് ഇവിടെ അടുത്താണോ അതേ ദൂരം ഉണ്ടോ ചോദിക്കുമ്പോൾ അടുത്ത് തന്നെയാണ്, പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ അതിന്റെ അടുത്തേക്ക് പോവാന്ന് പറയുന്നത് കുറച്ച് കഷ്ടമുള്ള പരിപാടിയായിരിക്കും. അങ്ങനെ ഇവർ
സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കരണ്ട് പോവാണ്. പിന്നീട് പാട്രിക്ക് ചെറിയൊരു ടോർച്ച് കത്തിക്കാണ്. ചിലപ്പോൾ ഏതെങ്കിലും മരം പൊട്ടി വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെള്ളം കയറിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇതുപോലെ കരണ്ട് പോയത്. ഇനിയിപ്പോൾ എന്താ പറ്റിയതെന്ന് പുറത്ത് പോയി നോക്കണമെങ്കിൽ എൻ്റെ ബൂട്ടില്ലല്ലോ, കാരണം ആ ബൂട്ടിൻ്റെ ഉള്ളിൽ നീ എൻ്റെ സൂപ്പ് ഒഴിച്ചു വെച്ചില്ലേ. ഇത് കേട്ട സമയത്തുണ്ടല്ലോ ഈവ ആകെ ഞെട്ടിപ്പോവാണ്. അവൾ ബൂട്ടിൽ സൂപ്പ് ഒഴിച്ച കാര്യം പാട്രിക്ക് കണ്ടായിരുന്നു. എന്നാൽ പാട്രിക്ക് പറയണം പേടിക്കൊന്നും വേണ്ട, നിന്റെ ഉള്ളിൽ ഒരു സംശയമുണ്ട്, അതിൽ ഞാൻ എന്തെങ്കിലും കലക്കി തരുമെന്നുള്ളത്. ഞാനൊരു കാര്യം ഇപ്പോഴേ മോളോട് പറയാം, ഞാനൊന്നും കലക്കിയിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ ദാ ഇപ്പോൾ വീടിൻ്റെ പുറത്തേക്ക് പോകാം, എനിക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ പുറത്ത് പോയാൽ സേഫ് അല്ല എന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ നിന്നോട് ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് കറണ്ടിൻ്റെ കാര്യങ്ങൾ നോക്കാം, അതിൻ്റെ റിപ്പയറിംഗ് ഒക്കെ ഞാൻ നോക്കിക്കോളും, നീ ചെറുതായിട്ടൊന്ന് ലൈറ്റ് അടിച്ച് തന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് ആ ഒരു ഇലക്ട്രിസിറ്റിയുടെ എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ടൂൾ ബോക്സ് ഈവ കാണുന്നുണ്ട്. അതിലൊരു ചുറ്റികയുണ്ട്. അതിൻ്റെ അടിക്കുന്ന ഭാഗത്തായിട്ട് കട്ട രക്തം അവൾ കാണുകയാണ്. വീണ്ടും പേടിക്കുകയാണ്. പക്ഷേ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ അതിൽ രക്തമൊന്നുമില്ല. ക്ലീൻ ആയിട്ട് തന്നെ ആ ഒരു ചുറ്റിക അങ്ങനെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇതുപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പാട്രിക്കിന്റെ ബനിയൻ ചെറുതായിട്ടൊന്ന് പൊങ്ങുകയാണ്. അപ്പോൾ അവിടെ വെട്ടുകൊണ്ടുപോലൊരു പാടും അതിലൂടെ ബ്ലഡും വരുന്നുണ്ട്. ഇത് കണ്ട് ഈവ ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. എന്താണിത്, ഇവിടെ വന്നേ പിന്നെ വല്ലാത്തൊരു ഒരുമാതിരിയുള്ള ഇലൂഷൻസ് ഇങ്ങനെ മൈൻഡിലേക്ക് വരുന്നു. ഭയം കൊണ്ടായിരിക്കും എന്ന് രണ്ടും കൽപ്പിച്ച് പാട്രിക്കിനോട് ഈവ പറയണം, നിങ്ങളുടെ പുറത്ത് മുറിയായിട്ടുണ്ട്, ചോര വരുന്നുണ്ട് തോന്നുന്നു. ഇപ്പൊ പാട്രിക്ക് അവിടെ തൊട്ട് നോക്കുമ്പോൾ ശരിയാണ്, ചോര വരുന്നുണ്ട്, ശരിക്കും അവിടെ മുറിയായിട്ടുണ്ട്. നിങ്ങൾ എവിടെ ഇരിക്കുക, ഫസ്റ്റ് എയ്ഡ് ബോക്സ് എവിടെയാണ്, ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ബാത്റൂമിലാണ് ബോക്സ് ഉള്ളത്. നേരെ അങ്ങോട്ടേക്ക് ഈവ പോവാണ്. അവിടെയുള്ള ഷെൽഫ് തുറന്നു നോക്കിയപ്പോൾ ചെറിയൊരു ഡബ്ബ കാണാണ് കേട്ടോ. ചുമ്മാ അതൊന്ന് തുറന്നു നോക്കിയപ്പോൾ ഒരുപാട് കമ്മലായിരുന്നു. അതിലൊരെണ്ണം നമ്മുടെ ഈവ ഇട്ടില്ലേ, അത് അതുപോലെ തന്നെയുണ്ട്. അതായത് അത് അവളുടേതാണോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും സെയിം ലുക്കുകളൊന്നും കൊണ്ടുവന്നതാണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഇതിനുശേഷം പാട്രിക്കിന്റെ അടുത്തേക്ക് ഈവ ചെന്നിട്ട് പറയാണ്, എനിക്കിനി ഇവിടെ നിൽക്കണ്ട, ഞാൻ പോവുകയാണ്. മോളെ പറയുന്നത് കേൾക്ക്, ഈ രാത്രിയിൽ പുറത്ത് പോകേണ്ട, അത് സേഫ് അല്ല, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ പോകണം എന്നുള്ള ആ ഒരു വാശിയിൽ തന്നെ ഈവ നിൽക്കുകയാണ്. ഈവ ഞാൻ പറയുന്നത് കേൾക്ക്, ഗേറ്റ് എല്ലാം ക്ലോസ് ആണ്, അതൊന്നും എനിക്ക് കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന ആ ഒരു വാശിയിൽ നിൽക്കുമ്പോൾ ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടമാണെങ്കിൽ പൊയ്ക്കോ എന്ന് പറയണം. പക്ഷെ പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം അറിയണം. ഞാൻ ബാത്റൂമിൽ ഒരു ഡബ്ബ കണ്ടായിരുന്നു, അതിൽ എന്റേതുപോലെയുള്ള ഒരു കമ്മലും അതുപോലെ വേറെയും കമ്മലുകൾ കണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാണ് അതൊക്കെ അതിൽ ഇട്ട് വെച്ചത്, നിങ്ങൾ എന്തിനാ എന്റെ കമ്മലെടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഈ പാട്രിക്ക് പറയാണ്, നിന്റെ തോന്നലാണ് ഇതൊക്കെ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യൂല, എനിക്കതിന്റെ എന്താ ആവശ്യമാണ്. ഇവ നിനക്ക് പോകണമെന്നില്ല പറഞ്ഞത്, നീ പുറത്തേക്ക് പോയിക്കോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഈവ പറയാണ്. പുറത്തേക്ക് പോകണല്ലേ, നിങ്ങൾ നേരത്തെ ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്നിട്ട് പിന്നീട് അത് പൂട്ടിയപ്പോൾ അത് ചാവി വെച്ച് ലോക്ക് ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല, മര്യാദക്ക് ചാവി താന്ന് പറയാണ്. ഇപ്പൊ ഈ പാട്രിക്ക് പറയാണ്, ഇവ എന്താ ഈ പറയുന്നേ, നിനക്ക് പോകണമെങ്കിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് പോ, ഞാൻ അത് ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പൊ ഇവയുടെ കണ്ണുകളൊക്കെ ആകെ നിറഞ്ഞിട്ടുണ്ട്, ഭയം കൊണ്ട് കയ്യും കാലും വിറക്കാണ്. അവള് പറയാണ്, മര്യാദക്ക് ആ ഒരു ചാവി തന്നോ, എനിക്ക് പുറത്തു പോകണം. അവളുടെ സൗണ്ടൊക്കെ മാറുകയാണ്, ഭയങ്കര ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. അതായത് ഭയത്തിന്റെ ആ ഒരു എക്സ്ട്രീം ലെവലിൽ പെട്ടുപോയിട്ടുണ്ട് ഇവ ഇപ്പോൾ. എന്നിതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു പാട്രിക്ക് പറയാണ്, ഞാൻ നിന്നെ കണ്ടപ്പോൾ ഒരു നല്ല ആളാന്ന് വിചാരിച്ചു, പക്ഷേ ബാക്കിയുള്ള ആളുകളെ പോലെ തന്നെയാണ് നീ. ഞാൻ നിന്റെ വീട്ടിലേക്കല്ല, നീ എന്റെ വീട്ടിലേക്കാണ് വന്നത്, നീ എന്നെയാണ് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാദ്യം നീ മനസ്സിലാക്കണം. പിന്നെ ഞാൻ നിനക്ക് കഴിക്കാൻ തന്ന ആ ഒരു സോപ്പ്, അതിൽ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല, ഒരു മാനുഷിക പരിഗണന, അതിന്റെ പേരിലാണ് ഭക്ഷണം ഉണ്ടാക്കി നിനക്ക് തന്നത്. എന്നാൽ നീ എന്താ ചെയ്തത്, അതെന്റെ ബൂട്ടിൽ ഒഴിച്ചു. ഇപ്പൊ പറയുന്നു നിന്നെ ഞാൻ ട്രാപ്പ് ആക്കാൻ വേണ്ടി വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല, തുറന്ന് നീ പുറത്തേക്ക് പോയിക്കോ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഈവ പോയിട്ട് ആ ഒരു ഡോർ തുറക്കുകയാണ്. എന്നാൽ അവൾ വിചാരിച്ചതുപോലെ അത് ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല, തുറന്നു വരികയാണ്. വാതിൽ തുറന്നപ്പോൾ പുറത്ത് നല്ല മഴയാണ്, തണുപ്പുണ്ട്, അതിന്റെ പുറമെ കാറ്റും. പാട്രിക്ക് പറഞ്ഞത് ശരിയാണ്, ഈ ക്ലൈമറ്റിൽ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് ഡേഞ്ചറാണ്. ഇവിടെ വെച്ച് പാട്രിക്ക് ഒരു പാവാണ്, അവന് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ അവൾ റിയലൈസ് ചെയ്യാണ്. അങ്ങനെ നേരെ പാട്രിക്കിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. പാട്രിക്ക് ആണെങ്കിൽ ചെറിയൊരു ഗ്ലാസ്സിൽ ഇച്ചിരി വൈനെല്ലാം ഒഴിച്ച് കുടിക്കുകയാണ്. എന്നാൽ പാട്രിക്ക് പറയാണ്, എനിക്ക് നിനക്ക് ഒഴിച്ചു തരണമെന്നുണ്ട്, പക്ഷേ ഞാൻ അതിൽ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടാകുന്ന പറഞ്ഞിട്ട് നീ അത് കുടിക്കൂല, എന്റെ ബൂട്ടിൽ വീണ്ടും അത് ഒഴിച്ചു വെച്ചാലോ. ഇത് കേട്ട അവൾ ഒന്ന് ചിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് ഫണ്ണി ആയിട്ട് സംസാരിക്കുകയാണ്. അതായത് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷനിലേക്ക് വരുന്നുണ്ട്. രണ്ടുപേരുടെ ഉള്ളിലും ആ ഒരു പേടി ഉണ്ടായിരുന്നില്ലേ, അതങ്ങോട്ടും ഇങ്ങോട്ട് മാറുകയാണ്. പിന്നീട് കുറച്ച് കാർഡ് എടുത്ത് ആ കാർഡ് വെച്ച് ഇവർ കളിക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് പാട്രിക്ക് വീണ്ടും ഇവയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴും ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല, എന്തൊക്കെയോ നുണ നീ പറയുന്നുണ്ട്. അപ്പൊ ഇവ ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്കറിയില്ല, പബ്ബിൽ വെച്ച് ഞാൻ നന്നായിട്ട് കുടിച്ചു, പിന്നെ ബോധമില്ലാതെയായി, പിന്നെ എങ്ങനെയൊക്കെയോ ഇവിടെ എത്തി. ഈ സമയത്ത് പാട്രിക്ക് ചോദിക്കുകയാണ്, നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്, ബീച്ചിൽ പോയിട്ട് നീന്തുകയാണ് അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്. എന്നാൽ ഇതിന് മറുപടി കൊടുക്കാതെ ഈവ തലയും താഴ്ത്തി അങ്ങനെ ഇരിക്കുകയാണ്. അതേസമയത്ത് പാട്രിക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാനും നിന്നോട് ഒരു നുണ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ നീ അവിടെ കണ്ട ഒരു സെറ്റർ ഉണ്ടല്ലോ, അത് എന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഒന്നല്ല, അത് എന്റെ ഭാര്യയുടേതാണ്. പിന്നീട് ഭാര്യയെ കണ്ടുമുട്ടിയ ഒരു സിറ്റുവേഷൻ, അപ്പൊ ഉണ്ടായ കോമഡി, അതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫണ്ണി ആയിട്ട് തന്നെ അവളോട് സംസാരിക്കുകയാണ്. ഈ സമയത്ത് ഈവ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ ഭാര്യ അവിടെ പോയി? ഭാര്യ അവള് ഡ്രഗ്സ് ഉപയോഗിക്കായിരുന്നു ഇച്ചിരി, അതിന്റെ ഓവർ ഡോസ് ആയിപ്പോയി, അവള് മരിച്ചുപോയി. എന്റെ ഭാര്യ അല്ലാതെ എന്റെ ഈ വീട്ടിലേക്ക് ആദ്യമായിട്ടൊരു പെണ്ണ് വരികയാണെങ്കിൽ അത് നീയാണ്, മറ്റാരും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അതുപോലെ നീ ആ ഒരു വാതിൽ തുറന്ന സമയത്ത് തന്നെ ബീച്ചിൽ കുളിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അത് നുണയാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. കാരണം ഇവിടെ നിന്ന് ബീച്ചിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്, അപ്പൊ അത്രയും ദൂരം താണ്ടി നീ കറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ ഒരു സാധ്യതയില്ല. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി നീ ബീച്ചിലും പോയിട്ടില്ല, നുണ പറഞ്ഞതാണെന്ന്. പിന്നെ എന്തോ രാത്രി ഇങ്ങനെ കഷ്ടപ്പെട്ട് പുറത്ത് വന്നപ്പോൾ എനിക്ക് എന്റെ ഭാര്യ ഓർമ്മ വന്നു. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ എന്റെ ഉള്ളിലുണ്ടായിരുന്നു, വല്ലാത്തൊരു കൺഫ്യൂഷൻ വിഷമമൊക്കെ. അപ്പൊ അത് തുറന്ന് പറഞ്ഞാലോ, അതിനൊരാളെ കിട്ടിയല്ലോ എന്നൊക്കെയുള്ള ആ ഒരു ആശ്വാസത്തിലാണ് ഞാൻ നിന്നെ ഉള്ളിൽ കയറ്റിയതും ഭക്ഷണം ഉണ്ടാക്കി തന്നതും നിന്നെ നല്ല രീതിയിൽ ഈ കുറച്ച് നേരം കൊണ്ട് നോക്കിയതൊക്കെ. സോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈവയാണെങ്കിൽ ശരിക്കും ഈ ഒരു
പാട്രിക്കിനെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആള് നല്ല മനുഷ്യൻ തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ആ ഒരു കാർഡ് കളിക്കുന്നതിന്റെ ഇടയിൽ പാട്രിക്ക് വിജയിക്കുകയാണ്. അവിടെ ഒഴിച്ചു വെച്ച ആ ഒരു മദ്യമാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈവ എടുത്ത് കുടിക്കുന്നുണ്ട്. കാരണം നല്ല തണുപ്പാണ്. തണുപ്പിന് ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ ഇതുപോലെ മദ്യം കഴിച്ചാൽ മതി കുറച്ചൊക്കെ. എന്നാൽ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ ലിപ്സ്റ്റിക്കിന്റെ പാട് കാണുകയാണ്. വീണ്ടും ഈവയുടെ ഉള്ളിൽ ആ ഒരു പേടി തുടങ്ങി. കാരണം ലിപ്സ്റ്റിക്കിന്റെ പാട് വരണമെങ്കിൽ കുറച്ചു നേരം മുന്നേ ഈ ഗ്ലാസ്സിൽ ഏതോ ഒരു സ്ത്രീ ഇതുപോലെ മദ്യം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പാട് അവിടെ വന്നത്. അവൾ ആ ഒരു ഭയത്തിൽ നിൽക്കുന്ന സമയത്ത് പാട്രിക്ക് ഇപ്പോൾ ഒരു കാര്യം പറയാണ്. കുറച്ചു നേരത്തേക്ക് ഞാൻ നിന്നെയും അതുപോലെ തന്നെ നീ എന്നെയും നന്നായിട്ട് വിശ്വസിച്ചു അല്ലേ. പെട്ടെന്ന് വീണ്ടും നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട്. വീടാണെങ്കിൽ നന്നായിട്ട് കിടന്ന് ഇളകാണ്. വേഗം തന്നെ പാട്രിക്ക് ഒരു റെയിൻ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് നേരെ വീടിന് പുറത്തേക്ക് പോകണം. എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, കരണ്ടും പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇപ്പൊ ഈവയെ നോക്കുകയാണെങ്കിൽ അവൾ എന്തോ വല്ലാത്തൊരു തരിപ്പിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇതിപ്പോ എന്താ ചെയ്യേണ്ടത്? വിശ്വസിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഈ മഴയത്ത് ഇറങ്ങി ഓടണോ എന്നൊക്കെയുള്ള ഒരു ആലോചനയിലാണ് അവള്. അതേ നേരം തന്നെ ഒരു മുറി പോലെ ഒരു ഭാഗം അവിടെ കാണുന്നുണ്ട്. അവിടുന്ന് ഒരു ചെറിയ ലൈറ്റ് അവള് കാണുന്നത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു ഫോണായിരുന്നു. അത് ഫോണാണെന്ന് അറിഞ്ഞ സമയത്ത് ഈവ ഭയങ്കരമായിട്ട് ഞെട്ടുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, ഈ പാട്രിക്ക് പറഞ്ഞത് ഇവിടെ ഫോണൊന്നും ഇല്ല എന്നാണ്. അയാൾ എന്തിനാ നുണ പറഞ്ഞത്? പതിയെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ശരിയാണ്, അതൊരു ഫോൺ തന്നെയായിരുന്നു. അതിലേക്ക് ഒരുപാട് തവണ കോളുകൾ വരുന്നുണ്ട് കേട്ടോ. ആ കോളൊന്നും പാട്രിക്ക് എടുത്തിട്ടുമില്ല. അതിനർത്ഥം ഈ ഫോണ് അത് പാട്രിക്കിന്റെ തന്നെയാണോ, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഫോണായിരിക്കും ഇത്. പിന്നീട് അവിടെ തന്നെ ഒരു ചിപ്സിന്റെ പാക്കറ്റ് കാണുകയാണ്. മാത്രമല്ല എന്തോ ഒന്ന് മൂടി വെച്ചതുപോലെ അവൾക്ക് തോന്നുന്നുണ്ട്. കുറെ നേരമായിട്ട് പല കാര്യങ്ങളും ഈവയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ ഇതും തോന്നലായിരിക്കും എന്ന് കരുതിയിട്ട് ചുമ്മാ ഒരു തുണി ഒന്ന് മാറ്റി നോക്കുകയാണ്. മാറ്റി നോക്കിയപ്പോ അവൾ വീണ്ടും ഷോക്ക് ആവുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, ആ തുണിയുടെ അടിയിലായിട്ട് ഒരു ഡെഡ് ബോഡി അതങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ്. അതും ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി. അവരുടെ ഫോണാണെന്ന് തോന്നുന്നു ഇത്രയും നേരം ഇവിടെ കിടന്ന് റിങ് ചെയ്തുകൊണ്ടിരുന്നത്. അവൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും വിളിച്ചതായിരിക്കും. ഇതേ സമയം തന്നെ റെയിൻകോട്ട് ഇട്ട് പുറത്തേക്ക് പോയിട്ട് കറണ്ട് കമ്പി എന്തൊക്കെയോ പൊട്ടി പോയിട്ടുണ്ടല്ലോ, അതിന്റെ ആ ഒരു കാര്യങ്ങൾ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് പാട്രിക്ക്. ഇതേ നേരം ഉള്ളിലുള്ള ഈവയുടെ കയ്യിൽ നിന്നും ആ ഒരു ഫോണ് താഴേക്ക് വീഴുന്നുണ്ട്. ശബ്ദം കേട്ടപാട് തന്നെ പാട്രിക്ക് വീട്ടിന്റെ ഉള്ളിലേക്ക് തിരിച്ചു വരികയാണ്. അത് കേട്ടപാട് തന്നെ നമ്മുടെ ഈവ എന്താ ചെയ്തത്, ഓടിപ്പോയിട്ട് ഒരു ഭാഗത്ത് ഒളിക്കുകയാണ്. ശ്വാസം വിടുന്ന ആ ഒരു ശബ്ദം വരെ അയാൾ കേൾക്കാതിരിക്കാനായിട്ട് വായം പൊത്തി അങ്ങനെ ഇരിക്കുകയാണ്. മാത്രമല്ല ഈവ ഒരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്, ഇയാൾ ഒരു സൈക്കോ കില്ലർ തന്നെയാണ്. ഈവ വരുന്നതിന്റെ കുറച്ച് മുന്നേ ആയിട്ട് ഇയാൾ കൊന്നുകളഞ്ഞ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡിയാണ് കുറച്ചു നേരം മുന്നേ ഈവ അവിടെ കണ്ടത്. എന്തായാലും ഇനി ആ ഒരു മെയിൻ ഡോർ അത് തുറന്നുകൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അവിടെ തന്നെ ചുറ്റിക കാണാണ്. ആ ചുറ്റിക ഉപയോഗിച്ച് മുകളിൽ ചെറിയൊരു ഗ്ലാസിന്റെ പോർഷൻ കാണുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഈവ ഇറുക്കി അടിക്കുന്നുണ്ട്. കാരണം അത് പൊട്ടിച്ച് പുറത്തേക്ക് കാണുന്നത് രക്ഷപ്പെടാന്ന് വിചാരിച്ചിട്ട്. എന്നാൽ അത് ചെറുതായിട്ടൊന്നും അടിക്കുമ്പോൾ തന്നെ അതിന്റെ ഉള്ളിൽ നിന്നും രക്തം വരുന്നത് പോലെ അവൾക്ക് തോന്നുന്നതാണ്. മാത്രമല്ല ചുറ്റികയിലും ഇതുപോലെ തന്നെ രക്തം. ഇതിനുശേഷം അവൾക്ക് എന്തോ തീരെ വയ്യാതാവുകയാണ്. തല കറങ്ങുന്നത് പോലെ ഫീൽ ആവുന്നുണ്ട്. ഈ സമയത്താണ് ഈവ മറ്റൊരു കാര്യം ആലോചിക്കുന്നത്. ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗ്ലാസ്സിൽ ഉണ്ടായിരുന്ന മദ്യം അവൾ എടുത്ത് കുടിച്ചായിരുന്നല്ലോ. അപ്പൊ അതിലൊരു ലിപ്സ്റ്റിക്കിന്റെ പാട് കണ്ടില്ലേ? അതിനർത്ഥം എന്താണ്, നേരത്തെ മരിച്ചു കിടന്ന ആ ഒരു സ്ത്രീ അതിൽ നിന്നാണ് ആ ഒരു വൈന് കുടിച്ചത്. ചിലപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു മരുന്ന് ഈ പാട്രിക്ക് ചേർത്തിട്ടുണ്ടാവണം. അങ്ങനെ ആയിരിക്കണം ആ സ്ത്രീ മരിച്ചു പോയത്. അപ്പൊ ആ രീതിയിൽ തന്നെ ഞാനും മരിക്കാൻ പോവാണെന്ന് അവൾക്ക് മനസ്സിലായി. അതിലെന്തോ ഒന്ന് പാട്രിക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. നല്ല ടയേർഡ് ആവുന്നുണ്ട്, ചെറുതായിട്ട് തല കറങ്ങുന്നുണ്ട്. എന്നാലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് ധൈര്യമായിട്ട് അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് ഒരു ടോർച്ചുമായിട്ട് അങ്ങോട്ടേക്ക് ഇപ്പൊ ഈ ഒരു പാട്രിക്ക് വരുന്നുണ്ട്. ഇയാൾ പതിയെ അതിലൂടെ പോകുന്നുണ്ട്. നമ്മുടെ ഈവ എവിടെയാ പോയതെന്ന് ഇയാൾക്ക് മനസ്സിലാവുന്നില്ല. നേരെ ഈവ ഒളിച്ചിരിക്കുന്ന ആ ഒരു ഭാഗവും താണ്ടിക്കൊണ്ട് ഇയാൾ മുന്നോട്ടേക്ക് പോവാണ്. അപ്പോഴാണ് ഈവയ്ക്ക് ഒന്ന് ആശ്വാസമായത്. നേരെ പാട്രിക്ക് പോകുന്നത് തൊട്ടപ്പുറത്ത് ആ ഒരു ഫോൺ വീണ് കിടന്നില്ലേ, അങ്ങോട്ടേക്കാണ്. നിലത്ത് വീണ് കിടക്കുന്ന ആ ഒരു ഫോൺ കണ്ടപ്പോൾ തന്നെ പാട്രിക്കിന് മനസ്സിലായി. എല്ലാ രഹസ്യങ്ങളും ആ ഒരു പെങ്കൊച്ച് മനസ്സിലാക്കി. എന്നാൽ പാട്രിക്ക് അവിടെ നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആ റൂമിൽ നിന്നും പതിയെ മുന്നോട്ടേക്ക് നടന്നു പോവാണ് ഈവ. എന്നിട്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ എന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷെ ചെന്ന് ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ അത് ലോക്കാണ്. ഇത്രയും നേരം ഓപ്പൺ ആയിരുന്ന ഡോറ് ഇതിപ്പോ എങ്ങനെ ഇപ്പൊ ലോക്കായത്? സോ അടുത്ത നിമിഷം തന്നെ അപകടം അവൾക്ക് മനസ്സിലായി. തൊട്ടു പിന്നിൽ ഇപ്പോൾ പാട്രിക്ക് വന്ന് നിൽക്കുകയാണ്. അവള് പിന്നിൽ നിന്ന് പിടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ കുതറി മാറിയത് കൊണ്ട് തന്നെ പാട്രിക്കിന് ഒറ്റയടി അവളെ പിടിക്കാൻ പറ്റിയില്ല. മാത്രമല്ല പാട്രിക്ക് പിന്നിലേക്ക് വീഴുന്നുണ്ട്. അതിൽ അത്യാവശ്യം പരിക്ക് അവന് പറ്റിയിട്ടുണ്ട്. ഇതേ സമയത്തിന് ഈവ വേഗം പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ടേബിളിന്റെ അടിയിൽ കയറി വിളിക്കുന്നുണ്ട്. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന പാട്രിക് ആണെങ്കിലോ അവളുടെ കാല് പിടിച്ച് പുറത്തേക്ക് വലിക്കുകയാണ്. പോരാത്തതിന് അവളുടെ കാലും കൈയും എല്ലാം ഇറുക്കി കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അവളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതിനുശേഷം നേരത്തെ മരുന്ന് കലർത്തിയ ഒരു വൈനുണ്ടല്ലോ, അത് അവളെ കൊണ്ട് ബലമായിട്ട് കുടിപ്പിക്കുകയാണ്. വായിലേക്ക് അതങ്ങനെ തിരികെ വെച്ച് കമത്തുന്നത് കൊണ്ട് തന്നെ അത് കുടിക്കാതെ അവൾക്ക് യാതൊരു നിവൃത്തിയില്ല. കുറെയൊക്കെ അവളുടെ ഉള്ളിലേക്ക് പോയി തോന്നുന്നു. ഇതിനുശേഷം നേരത്തെ ഒരു ഡെഡ് ബോഡി കണ്ടില്ലേ, ആ ഡെഡ് ബോഡി കട്ടിൽ നിന്ന് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട്. ഈ ഗ്യാപ്പിന് ഈവ പോവാന്ന് പറഞ്ഞാൽ നിരങ്ങി പോയിട്ട് ആ ഒരു മെയിൻ ഡോർ ഉണ്ടല്ലോ അതിലിങ്ങനെ ഇറുക്കി ചവിട്ടി രക്ഷപ്പെടുത്തണേന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പാട്രിക്ക് വരികയാണ്. അവളെ തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് നേരത്തെ ആ ഒരു ഡെഡ് ബോഡി ഉണ്ടായിരുന്ന ആ ഒരു കട്ടിലുണ്ടല്ലോ അതിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ഈവയെ കെടുത്തുകയാണ്. ആ സമയത്ത് ഈവ താഴേക്ക് നോക്കുമ്പോൾ നേരത്തെ കണ്ട ആ ഒരു പെണ്ണിന്റെ ബോഡി ഉണ്ടല്ലോ അതൊരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഈവയെ കെടുത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കർട്ടൻ അത് ക്ലോസ് ചെയ്യണം. ഇയാള് പിന്നീട് അപ്പുറത്തേക്ക് പോയിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഈവ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ, അതിനായിട്ട് അവിടെ ഇവിടേക്ക് ഇങ്ങനെ മാന്തി നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു വിൻഡോ പോലൊരു സെറ്റപ്പ് കാണുന്നുണ്ട്. അതിലൂടെ അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. പക്ഷേ കയ്യിലെയും കാലിലും ഈ കെട്ട് അതുണ്ടെങ്കിൽ പുറത്തേക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു കെട്ടൊന്ന് പൊട്ടിക്കണം. അത് മുറിക്കാനായിട്ട് അവൾ പല വിദ്യകളും നോക്കുന്നുണ്ട്. അവിടെ ആ ഒരു ബ്ലാങ്കറ്റിന്റെ ആ ഒരു കർട്ടൻ ഇട്ടതുകൊണ്ട് തന്നെ എന്താണ് ഉള്ളിൽ നടക്കുന്നത്
എന്നുള്ള കാര്യം ഇപ്പൊ ഈ ഒരു കില്ലർ അതായത് പാട്രിക്ക് കാണുന്നില്ല. ഈ സമയത്ത് എന്തെല്ലോ ജോലികൾ ചെയ്തുകൊണ്ട് ഈ പാട്രിക്ക് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊന്നും ഈ ഒരു കാര്യം മനസ്സിലാവുന്നേ ഇല്ലേ? ഇതെന്ത് ഈ നടന്നതിനെ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ മരിച്ചു കിടക്കുന്ന ഈ പെണ്ണുണ്ടല്ലോ, കുറച്ചു നേരം മുന്നേ ഞാൻ പെട്രോൾ പമ്പിലേക്ക് പെട്രോൾ അടിക്കാൻ ചെന്ന സമയത്ത് ചിപ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അവളാണ് എന്റെ അരികിലേക്ക് വന്നത്. പിന്നീട് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് എന്റെ കൂടെ ഈ വീട്ടിലേക്ക് വന്നു. ഞാനാണെങ്കിലും ഒരക്ഷരം പോലും മിണ്ടിയിട്ടുമില്ല. പിന്നെ ഇതാ രാത്രി 2 മണിയായ സമയത്ത് നീ എന്റെ വീടിന്റെ വാതിൽ വന്ന് മുട്ടുന്നു. നീയായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയതാണ്. അതായത് ഞാനല്ല നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, നിങ്ങൾ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കാരണം ഇത് നിങ്ങളുടെ വിധിയാണ്. അത് ആദ്യം നിങ്ങളൊക്കെ മനസ്സിലാക്കണം. പാട്രിക് ഉണ്ടല്ലോ ഈ കാര്യം പറയുന്ന സമയത്തും ഈവ എന്താ ചെയ്യുന്നത്, അവളുടെ കയ്യിൽ ആ ഒരു കെട്ട് അതങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം കാലിലെയും കയ്യിലെയും ആ ഒരു കെട്ട് മുറിച്ചു. ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതിലൂടെ ഈവ പുറത്തേക്ക് കടക്കാൻ നോക്കുന്ന സമയത്ത് ഏകദേശം അവളുടെ കൈയും കാലൊക്കെ തളർന്നു പോവാണ്. കാരണം നേരത്തെ നല്ല അളവിൽ അവളുടെ വായിലേക്ക് ആ ഒരു മദ്യം ഒഴിച്ചു കൊടുത്തായിരുന്നല്ലോ, അതിൽ ആ ഒരു മയക്കുമരുന്നും ഉണ്ടായിരുന്നു. രണ്ടും കൂടി ആയപ്പോൾ അവൾ ആകെ തളർന്നു പോയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു കർട്ടൻ നീക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് പാട്രിക്ക് വരികയാണ്. പാവം ഈവയ്ക്കാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. അവളങ്ങനെ തളർന്ന് വീണ് പോവുകയാണ്. ആ സമയത്ത് പാട്രിക്കിനോട് നിങ്ങൾ എന്താ എനിക്ക് തന്നേ ചോദിക്കുമ്പോൾ നേരത്തെ അവൾക്ക് എന്താണ് കൊടുത്തത് അത് തന്നെയാണ് നിനക്കും തന്നത്. ഇപ്പൊ ഈവയാണെങ്കിൽ മരിച്ചെടുക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ ബോഡിയിലേക്ക് നോക്കുകയാണ്. അത് മുഴുവനായിട്ടും പൊതിഞ്ഞ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അധികം വൈകാതെ തന്നെ ഈവ അതുപോലെയാവും. അപ്പൊ അത് മനസ്സിലാക്കി റിയലൈസ് ചെയ്ത സമയത്ത് ഈവ ഒന്നും നോക്കിയില്ല. ഒരു എനർജി വരുന്നുണ്ട്. ആ എനർജിയിൽ അവൾ ചാടി എഴുന്നേറ്റ് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ അവിടെ തന്നെ വീണു പോവാണ്. കാരണം കൈയും കാലൊക്കെ ഒരുമാതിരി തളർന്നു പോയിട്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നീട് എഴഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ നോക്കുകയാണ്. എവിടെ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങോട്ടേക്ക് വന്ന പാട്രിക്ക് അവളെ തൂക്കിയെടുക്കുകയാണ്. ഇപ്പൊ പാട്രിക്ക് ഈവയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ എന്താ നിനക്ക് തന്നേന്ന് അറിയണ്ടേ? ആ കെമിക്കലിന്റെ പേരാണ് GHB. വെറും 1 ml ആ ഒരു കെമിക്കൽ നമ്മുടെ ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ഇലൂഷനും മാനസികാവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തും. ചെറിയൊരു ക്ഷീണവും തോന്നും. ഇനിയിപ്പോൾ അതൊരു 5 ml ആണ് തരുന്നതെങ്കിൽ നിന്റെ മസിൽസ് മുഴുവനായിട്ട് തളർന്നു പോകും. ഇനി അത് 6 മില്ലി ആണെങ്കിൽ ഒരു 10-15 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നീ മരിച്ചു പോകും. പക്ഷേ ഞാൻ നിനക്ക് തന്ന എത്രയാണെന്നറിയോ? 8 മില്ലി. അതായത് അധികം വൈകാതെ തന്നെ ഈവ ഇപ്പം മരിച്ചു കേട്ടോ. ആ സമയത്ത് അവൾക്ക് വല്ലാണ്ട് വൊമിറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവളെയും തൂക്കി പിടിച്ചുകൊണ്ട് നേരെ സിങ്കിന്റെ അടുത്തേക്ക് പോകണം. അവിടെ ആകെ ഛർദ്ദിച്ചൊരു കൊള ആക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ അവിടെ ഒരു കത്തി കാണുന്നുണ്ട്. ആ കത്തി വേഗം എടുത്ത് പാട്രിക്കിനെ അവളൊന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ മസിലും കാര്യങ്ങളൊക്കെ ഒരുമാതിരി കുഴഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ഫോഴ്സ് കിട്ടുമോ? ഇല്ല. വളരെ എളുപ്പത്തിൽ തന്നെ അവളുടെ കയ്യിലേക്ക് പാട്രിക്ക് പിടിക്കുകയാണ്. കത്തി മേടിച്ച് വലിച്ചെറിയുന്നുണ്ട്. അപ്പോഴേക്കും ഈവയുടെ ബോധം ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അവള് ബോധം കെട്ട് ഈ പാട്രിക്കിന്റെ ദേഹത്തേക്ക് തന്നെ വീഴാണ്. ഇതിന് ശേഷമാണ് പാട്രിക് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. റിയൽ ആയിട്ടുള്ള ആ ഒരു സൈക്കോ കില്ലർ എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു പാട്രിക് തന്നെയാണ്. നമ്മൾ സംശയിച്ചതുപോലെ അർദ്ധരാത്രിയിൽ പാട്രിക്കിന്റെ വീട്ടിൽ കയറി വന്ന ഇവയല്ല. ഇവ ഒരു സാധാരണ പെൺകുട്ടിയാണ്. എന്നാൽ ഈ സൈക്കോയുടെ കയ്യിൽ അവള് പെട്ടുപോയതാണ്. പിന്നീട് ഓരോ കാര്യങ്ങളായിട്ട് ഈ ഒരു പാട്രിക്ക് പറയാൻ തുടങ്ങുന്നുണ്ട്. ആദ്യമായിട്ട് ഇയാൾ ഒരു കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്താണ് പാട്രിക്കിനോട് ലിഫ്റ്റ് ചോദിച്ച് ഒരു മഴയത്ത് ഒരു പെൺകുട്ടി ആ ഒരു കാറിലേക്ക് വന്ന് കയറുന്നത്. ആ സംഭവമാണ് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത്. ആ പെൺകുട്ടിയായിരുന്നു പാട്രിക്കിന്റെ ആദ്യ കൊലപാതകം. എന്നാൽ ആദ്യമായിട്ട് കൊലപാതകം ചെയ്ത ആ പെൺകുട്ടിയുടെ മുഖം യാതൊരു രീതിയിലും പാട്രിക്കിന് ഓർമ്മയില്ല. ആ പെൺകുട്ടി എന്നല്ല, പാട്രിക്ക് വന്ന ആരുടെയും മുഖം അവന് ഓർമ്മയില്ല. അത്രയും ആൾക്കാരെ അല്ലെങ്കിൽ അത്രയും പെൺകുട്ടികളെ അവൻ കൊന്നിട്ടുണ്ട്. പക്ഷേ പാട്രിക്കിന് ഓർമ്മയുണ്ടാവുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇതുപോലെ മരിച്ചു പോകുന്ന പെൺകുട്ടികളുടെ ദേഹത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള പാടുകൾ ഉണ്ടെങ്കിൽ അത് അവന്റെ മൈൻഡിൽ നിൽക്കും. അങ്ങനെ ആദ്യമായിട്ട് പാട്രിക്ക് കൊന്നു കളഞ്ഞ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ ഇടുപ്പിലായിട്ട് ഒരു പ്രത്യേകതരം ടാറ്റു ഉണ്ടായിരുന്നു. അത് മാത്രമേ പാട്രിക്കിന് ഓർമ്മയുള്ളൂ. അതുപോലെ ആദ്യമായിട്ട് ഞാൻ അവളെ കൊന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ തേടി പോലീസുകാർ ഇങ്ങോട്ടേക്ക് വരും, ഞാൻ ജയിലിലാവുന്നൊക്കെ. പക്ഷെ ആരും എന്നെ തേടി വന്നില്ല. ഞാൻ വളരെ സേഫ് ആയിരുന്നു. ഓരോ കാര്യങ്ങളും അത്രയും വ്യക്തതയോട് കൂടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പരിപാടിയിൽ ഞാൻ ഗെയിമനാണെന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് പെൺകുട്ടികളെ ഇതേ രീതിയിൽ തന്നെ ഞാൻ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പാട്രിക്കിന്റെ ദേഹത്ത് കിടന്നുകൊണ്ട് തന്നെ ഇവ കേൾക്കുന്നുണ്ട് കേട്ടോ. കാരണം അവളുടെ ആ ഒരു ബോധം അത് പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം മരണത്തിന്റെ വക്കിൽ അവൾ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈവയോടും പറയാണ്, കണ്ടില്ലേ ഇന്ന് രാത്രി എന്തിനാണ് നീ ശരിക്കും ഇങ്ങോട്ടേക്ക് വന്നു കയറിയത്? മരിക്കാൻ വേണ്ടി തന്നെ. അതാണ് വിധി. ആ വിധി നടപ്പിലാക്കുന്ന ആളാണ് ഞാൻ. ഇതോടെ ഈവ നിങ്ങൾക്കൊക്കെ എന്ത് മനസ്സിലാക്കാം? മുകളിൽ നിന്നും നമ്മളെ ഒരാൾ നിരീക്ഷിക്കുന്നുണ്ട്. ഒരു ദൈവം നമ്മളെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ? അങ്ങനെയൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് മനസ്സിലായില്ല ഇപ്പോ. ഇതേ നേരം തന്നെ ഈവയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബോധം പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. അവസാനം അവന്റെ കയ്യിൽ കിടന്ന് ഈവ മരണപ്പെടുകയാണ്. അവൾ രക്ഷപ്പെടുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ആ ഒരു പ്രതീക്ഷയൊന്നും വേണ്ട, അവന്റെ കയ്യിൽ കിടന്ന് തന്നെ ഈവ മരണപ്പെടുന്നുണ്ട്. പിന്നീട് എപ്പോഴും പെൺകുട്ടികളെ ചെയ്യുന്നത് പോലെ തന്നെ അവളുടെ ശരീരം മുഴുവനായിട്ട് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പാട്രിക്ക് ഒരു കാര്യം കാണുന്നത്. അവൻ ആദ്യമായിട്ട് കൊന്നു കളഞ്ഞ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ ഇടുപ്പിലായിട്ട് ഒരു ടാറ്റു ഉണ്ടായിരുന്നു. അതേ സെയിം ടാറ്റു തന്നെ ഈവയുടെ ഇടുപ്പിലുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ട് ഈ പാട്രിക്ക് ആകെ അത്ഭുതപ്പെട്ടു വന്നിട്ട് പഴയ ആ ഒരു ഓർമ്മകൾ പതിയെ അവന് തിരിച്ചു കിട്ടാണ്. അതായത് ഇതുവരെ കൊന്നിട്ടുള്ള സ്ത്രീകളുടെ മുഖം അത് പതിയെ അവൻ അങ്ങനെ മറന്നുപോകും. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കൊന്നു കളഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ മുഖം ഇത്രയും നേരമായിട്ട് അവന് ഓർമ്മയില്ലായിരുന്നു. എന്നാൽ ആ ഒരു മുഖം അവന്റെ മൈൻഡിലേക്ക് വരികയാണ്. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത്. അവന്റെ ലൈഫിൽ അവൻ ആദ്യമായിട്ട് അന്ന് ആ മഴയത്ത് കാറിലേക്ക് വന്ന് കയറിയ ഒരു പെൺകുട്ടിയെ കൊന്നായിരുന്നല്ലോ. ആ പെൺകുട്ടി അത് മറ്റാരുമല്ല, അത് ഈവ തന്നെയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഒരുപാട്
വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കുന്നുകളഞ്ഞ പെണ്ണ്, അവളിപ്പോ എങ്ങനെയാ എന്റെ വീട്ടിലേക്ക് വരിക? ആകെ കൂടി ഇപ്പൊ മൈൻഡ് കൊളാപ്സ് ആയി നിൽക്കുന്നത് ഈ ഒരു പാട്രിക്കാണ്. അതേ നേരം തന്നെ ഈവയെ നോക്കുകയാണെങ്കിൽ അവളുടെ തലയെല്ലാം പൊളിഞ്ഞ് രക്തം ഒലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാട്രിക്കിന്റെ കയ്യിൽ ഒരു ചുറ്റികയും അതിൽ രക്തമുണ്ട്. പക്ഷേ ഈവ ഇപ്പൊ മരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മരുന്നിന്റെ ആ ഒരു ഓവർ ഡോസ് അത് അവളുടെ ഉള്ളിൽ പോയിട്ടാണ്. പക്ഷെ എങ്ങനെയാണ് തല പൊട്ടി ചോര ഒലിക്കുന്നത്? കയ്യിൽ ചുറ്റിക വന്നത്? അതിലെങ്ങനെയാ രക്തം വന്നത്? അങ്ങനെ വല്ലാത്തൊരു അമ്പരപ്പില് പാട്രിക്കാനെ നിൽക്കുമ്പോൾ മരിച്ചു കിടന്നിരുന്ന ആന അവൾ എഴുന്നേൽക്കുകയാണ്. തലക്ക് അടി കൊണ്ട് തലയോട് ചോരയൊക്കെ ഒലിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ഈവയാണെങ്കിൽ ഈ പാട്രിക്കിനെ നോക്കിയിട്ട്, പാട്രിക്കെ നല്ല മഴയുണ്ട്, എന്നെ ഒന്ന് എന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കി തരുമെന്ന് ചോദിക്കുകയാണ്. ഇവൻ ആകെ പേടിച്ച് പിന്നിലേക്ക് ഓടുകയാണ്. അതേ നേരം തന്നെ മറ്റൊരു സ്ത്രീ അവിടെ ഇരുന്നുകൊണ്ട് മദ്യപിക്കുകയാണ്, കൂടെ തന്നെ സിഗരറ്റ് വലിക്കുന്നുണ്ട്. എന്താണ് പാട്രിക്കെ എനിക്ക് കൊണ്ടുതരാന്ന് പറഞ്ഞ എന്റെ ഫുഡ് അതെവിടെയെന്ന് ചോദിക്കുകയാണ്. ഇതുകൂടെ കണ്ടപ്പോ അവന്റെ കിളി പാറുകയാണ്. അങ്ങനെ പേടിച്ചുപോയി. നിലവിളിച്ചുകൊണ്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് പായുന്ന സമയത്ത് വീടിന്റെ പല ഭാഗത്തായിട്ട് ഇതുപോലെ പല സ്ത്രീകളും വല്ലാത്ത രീതിയിൽ അവനങ്ങനെ നോക്കുകയാണ്. വല്ലാത്ത രീതിയിൽ ചിരിക്കുന്നുണ്ട്. ആ ചിരി കേട്ട് പേടിച്ച് വിറച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ പരക്കം മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാട്രിക് ഇപ്പോ. അതുപോലെ സ്ത്രീകളുടെ മുഴുവൻ ആത്മാവും അവിടെ അങ്ങനെ അനങ്ങാതെ നിരന്നു നിൽക്കുകയാണ്. എല്ലാവരും തലയിൽ ഒരു തുണിയിട്ട് മൂടിയിട്ടുണ്ട്. ഒരു വല്ലാത്ത കാഴ്ച എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെയും കിഡ്നി വരെ വിറച്ചു പോകുന്ന അങ്ങനെ ഒരു വിഷ്വല്. പുറത്തേക്ക് ഇറങ്ങി ഓടണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണോ ഒന്നും ഈ ഒരു പാട്രിക്കിന് തിരിയുന്നില്ല. ഇതേ സമയത്ത് പുറത്ത് പോലീസുകാർ വന്നതിന്റെ ഒച്ചയും കേൾക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു ലൈറ്റും കാര്യങ്ങളും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്കും ഓടാൻ കഴിയില്ല. ഒരുമാതിരി എലി ഒരു കൂട്ടിൽപ്പെട്ട അവസ്ഥ എന്ന് പറയാം. ഉള്ളിലാണെങ്കിൽ പ്രേതങ്ങൾ, പുറത്താണെങ്കിൽ പോലീസുകാർ. അങ്ങനെ തളർന്നു കുത്തി ഈ ഒരു പാട്രിക് ഉണ്ടല്ലോ ആ ടേബിളിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അവന്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ ഈവയുടെ ആത്മാവും വന്നിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് പാട്രിക്കിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഈവ കുറച്ചു മുന്നേ വാതിൽ മുട്ടി ഇവന്റെ വീട്ടിലേക്ക് കടന്നു വന്നപാട് തന്നെ പാട്രിക് പറഞ്ഞായിരുന്നു, ഇന്ന് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഈ മുഖം എനിക്ക് പരിചയമുണ്ടെന്ന്. എങ്ങനെ ഓർമ്മയില്ലാതിരിക്കുക, എങ്ങനെ പരിചയമില്ലാതിരിക്കുക? ഈ സൈക്കോ കില്ലർ, ഇവൻ ആദ്യമായിട്ട് കൊന്ന പെണ്ണാണ് ഈവ. അങ്ങനെ ഇതെല്ലാം ആലോചിച്ച് വല്ലാത്തൊരു തരിപ്പില് ആ ഒരു ടേബിളിൽ ഒന്നും മനസ്സിലാകാതെ പാട്രിക് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ തൊട്ടു മുന്നിൽ ഈവയുണ്ടല്ലോ. ഈവ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മദ്യത്തിന്റെ കുപ്പിയിലേക്ക് ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മയക്കുമരുന്ന് കെമിക്കൽ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് മതിലേക്ക് അങ്ങ് ഒഴിക്കുകയാണ്. 5 അല്ല 10 അല്ല, അത് മുഴുവനായിട്ട് ഒഴിക്കുന്നുണ്ട്. അതായത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ മരണം ഉറപ്പാണ്. പിന്നീട് ആ മദ്യത്തിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ആ മദ്യം മുഴുവനായിട്ടും പാട്രിക്കിനോട് ഈവ കുടിക്കാൻ പറയാണ്. ഈവയല്ല, ഈവയുടെ ആ ഒരു ആത്മാവ്. ഭയം കാരണം അതൊരു തുള്ളി പോലും ബാക്കി വെക്കാതെ പൂർണ്ണമായിട്ടും ഇപ്പൊ ഈ ഒരു പാട്രിക്ക് മുഴുവനായിട്ടും കുടിച്ചു തീർക്കുകയാണ്. കുടിച്ചു കഴിഞ്ഞു അടുത്ത നിമിഷം തന്നെ പെട്ടെന്ന് കരണ്ട് വരികയാണ്. കരണ്ട് വന്നതാണോ അല്ലെങ്കിൽ കരണ്ട് പോയതായിട്ട് ഈ പാട്രിക്കിന് തോന്നിയതാണോ എന്നൊന്നും അറിയില്ല. അപ്പൊ തന്നെ ആരോ വന്നിട്ട് വാതിൽ മുട്ടുകയാണ്. ഒച്ച കേട്ടപാട് തന്നെ പാട്രിക്കിന്റെ നെഞ്ച് കിടന്ന് പിടക്കുകയാണ്. ഭയം കൊണ്ട് പതിയെ പോയിട്ട് വാതിൽ തുറന്നു നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആ ഒരു പയ്യന്മാരുണ്ടല്ലോ അവര് വന്നിട്ട് വാതിൽ തട്ടിയിട്ട് ശല്യപ്പെടുത്തി പോയതാണ്. എന്നാൽ പുറത്തേക്ക് നോക്കിയ പാട്രിക്ക് മറ്റൊരു കാര്യം കണ്ട് വല്ലാണ്ട് ഞെട്ടുന്നുണ്ട്. ഇത്രയും നേരം പെരും മഴയും കൊടുങ്കാറ്റും നല്ല ഇടിയും മിന്നലായിരുന്നു. എന്നാൽ ഇപ്പൊ പുറത്തേക്ക് നോക്കുമ്പോണ്ടല്ലോ ക്ലൈമറ്റ് വളരെ ശാന്തമാണ്, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ദിവസമാണെന്ന്. പിന്നീട് കീശയിലുണ്ടായിരുന്ന ആ ഒരു ഡ്രഗ്സിന്റെ കുപ്പി ഉണ്ടല്ലോ അത് പതിയെ എടുത്ത് കയ്യിലേക്ക് വെച്ച് നോക്കുമ്പോൾ അതിലൊരു തുള്ളി പോലും ഇല്ല. അതിനർത്ഥം അവൻ ആ ഒരു മരുന്ന് കുപ്പിയിലേക്ക് ഒഴിച്ചില്ലേ, അത് റിയൽ ആയിട്ട് സംഭവിച്ച കാര്യം തന്നെയാണ്. ആ മദ്യം അവൻ മുഴുവനായിട്ട് കുടിച്ചിട്ടുണ്ട്. സോ അധികം വൈകാതെ അവൻ മരിക്കുവാനി. കാര്യം മനസ്സിലാക്കിയ പാട്രിക്ക് വാതിലും അടച്ച് നേരെ വീട്ടിന്റെ ഉള്ളിൽ പോയി കിടക്കുകയാണ്. അധികം വൈകാതെ പാട്രിക്ക് മരിക്കുന്നുണ്ട്. ഇതോടുകൂടിയിട്ട് സിനിമ ഇവിടെ തീരുകയാണ്. നിങ്ങളിൽ പല ആൾക്കാർക്കും, എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാർക്കും നല്ല കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും എന്തപ്പോ ഇവിടെ സംഭവിച്ചത്. ആക്ച്വലി ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് പാട്രിക്കിന്റെ ഒരു തോന്നൽ മാത്രമാണ്. അതായത് അവന്റെ മൈൻഡിന്റെ ഉള്ളിലാണ് ഈ കാര്യങ്ങൾ മുഴുവനായിട്ട് നടന്നത്. അർദ്ധരാത്രിയിൽ വാതിൽ മുട്ടി അവന്റെ വീട്ടിലേക്ക് വന്നു കയറിയ ഈവ, അവള് പല തവണയായിട്ടും കണ്ട ഇലൂഷൻ, അത് ശരിക്കും ഈവ കാണുന്നതല്ല, അതെല്ലാം പാട്രിക്കിന്റെ ചിന്തകളാണ്. ശരിക്കും ഈവയാണ് ആദ്യമായിട്ട് അവൻ കൊന്നത്. എങ്ങനെയാ കൊന്നത്? ചുറ്റിക വെച്ച് അവളുടെ തലക്കടിച്ചുകൊണ്ട്. സോ ഈവ എന്ന ആ ഒരു ക്യാരക്ടറും അവിടെ നടക്കുന്ന സംഭവം എല്ലാം നടക്കുന്നത് പാട്രിക്കിന്റെ മൈൻഡിന്റെ ഉള്ളിലാണല്ലോ. സോ ഈവ കാണുന്ന ആ ഒരു ഇലൂഷൻ അത് പാട്രിക് ആണ് കാണുന്നത്. അതുകൊണ്ടാണ് ചുറ്റികയിൽ രക്തം കണ്ടതും കുളിക്കാൻ പോയ സമയത്ത് അവളുടെ തലേന്ന് ചോര വന്നതും. അങ്ങനെ ചോര പല തവണയായിട്ട് കാണുന്ന ആ ഒരു ഇലൂഷൻ എല്ലാം ഇവയുടെ കണ്ണുകളിലൂടെ പാട്രിക് തന്നെയാണ് കാണുന്നത്. അതായത് ഒരു കഥ പോലെ, ഒരു സിനിമ പോലെ ആ സന്ദർഭം അവന്റെ മൈൻഡിൽ കിടന്ന് അങ്ങനെ കളിക്കുകയായിരുന്നു. മാത്രമല്ല ഈ പാട്രിക് ആദ്യമായിട്ട് കൊന്നുകളഞ്ഞ ഈവയുടെ ആത്മാവ്, ബാക്കിയുള്ള എല്ലാ സ്ത്രീകളുടെ ആത്മാവും എല്ലാം കൂടെ വന്നിട്ട് അവനെ വല്ലാണ്ടിട്ട് ഭയപ്പെടുത്തി. ആ ഭയത്തിനൊടുവിൽ ആ മരുന്ന് മദ്യത്തിലേക്ക് ഒഴിച്ചല്ലോ അതും അവൻ തന്നെയാണ്. അതെല്ലാം അവനെ കൊണ്ട് അവന്റെ മൈൻഡിൽ നടക്കുന്ന ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. പിന്നീട് ആത്മാക്കളോടുള്ള ഭയം കാരണം അതെടുത്ത് കുടിച്ചതും അവൻ തന്നെയാണ്. അവസാനം എന്ത് സംഭവിച്ചു? റിയാലിറ്റിയിലേക്ക് അവൻ വന്ന സമയത്ത് ആത്മാവില്ല, ഒന്നുമില്ല, അവനാണ് എല്ലാം ചെയ്തത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇനിയൊരു എസ്കേപ്പ് ഇല്ല, രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നേരെ വാതിലും ക്ലോസ് ചെയ്ത് വീട്ടിന്റെ ഉള്ളിൽ പോയി കിടന്നു. അവിടെ വെച്ച് അവൻ മരിക്കുകയും ചെയ്തു. ഇനി ഇതെല്ലാത്തിന്റെ പിറകിൽ അതാരാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു 3 കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, ദൈവത്തിനോട് ഭയങ്കര പുച്ഛായിരുന്നല്ലോ. സോ ദൈവം തന്നെ അവനൊരു പണിഷ്മെന്റ് കൊടുത്തതാണ്. ഇത്രയും വലിയ കൊലപാതകവും കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ, മുകളിൽ നിന്നും ഒരാൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ദൈവമായിട്ട് കൊടുത്ത ഒരു ശിക്ഷയായിരിക്കണം. രണ്ടാമത്തേത്, ഇത്രയും കൊലപാതകമൊക്കെ ചെയ്തതല്ലേ, അതുകൊണ്ട് അവന്റെ മൈൻഡിൽ പല പ്രശ്നങ്ങളും അവന് മാനസികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ടാവും. അതായത് ഈവയോട് ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വല്ലാത്ത ആശയക്കുഴപ്പം
ആശയക്കുഴപ്പമാണ്. എന്തെപ്പോ ചെയ്യണമെന്നൊന്നും അറിയില്ല. അവനൊരു സാധാരണ മനുഷ്യനെ പോലെയല്ല, അതായത് മാനസിക നില തെറ്റിക്കിടക്കുന്ന ആളാണ്. സോ അവൻ സ്വയം അവന്റെ ആ ഒരു അസുഖം കാരണം അവന് തോന്നിയതായിരിക്കാം ഇതെല്ലാം. ഇനി മൂന്നാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ആദ്യമായിട്ട് അവൻ കൊന്നുകളഞ്ഞ ഈവയുടെ ആത്മാവ് അങ്ങോട്ടേക്ക് വന്നു. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ലാതിരിക്കുന്ന അവന്റെ മൈൻഡിലേക്ക് ഈ കഥ മുഴുവനായിട്ട് ഇട്ടുകൊടുത്തു. അവനെ കൊണ്ട് തന്നെ വിഷമൊഴിപ്പിച്ച ആ മദ്യം അവനെ കൊണ്ട് തന്നെ കുടിപ്പിക്കുകയും ചെയ്തു. ഈവയുടെ ആത്മാവും ബാക്കിയുള്ള ആത്മാക്കളും അവനോടുള്ള ആ ഒരു പ്രതികാരം ഈ രീതിയിൽ ചെയ്തു തീർത്തു. ഇതിലേതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതായത് ചില സിനിമകളുടെ അവസാനം അതിന്റെ ഡയറക്ടർ നമ്മൾക്ക് വിട്ടുതരും, നമുക്ക് തീരുമാനിക്കാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ പറ, നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയായിരിക്കാനാണ് സാധ്യത? ഒന്നാമത്തേതോ, രണ്ടാമത്തേതോ, മൂന്നാമത്തേതോ? അപ്പൊ എന്തായാലും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.